നമ്മൾ ഓരോ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് എന്ന് വാങ്ങിയതാണ്, ഏത് ഡേറ്റ് വാങ്ങിയതൊക്കെ ഒറ്റ ഇതിൽ കൂടി പോകാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ക് എഴുതുമ്പോൾ തന്നെ ഡേറ്റ് ഇട്ടാൽ ഡേറ്റ് ഓട്ടോമാറ്റിക്കലി എത്ര ദിവസമായിരിക്കണോ ഇന്നേക്ക് എന്ന് കണക്കറിയാൻ വേണ്ടിയിട്ടും പിന്നെ അതിന് എത്ര വില എഴുതെങ്കിൽ ആ വില എത്ര എന്നും അത് പിന്നെ ഇത്ര ദിവസമായപ്പോഴേക്ക് എത്രയായി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്കൊന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ അത് പ്രത്യേകമായൊരു പേജിലേക്ക് നമ്മൾ കൊണ്ടുവന്നതാണ് ഇവിടെ. ഇത് ഈ പേജിൽ നമ്മൾ ആ ഡേറ്റ് ഇട്ടുകൊണ്ടു. അപ്പോൾ ആ സാധനങ്ങൾ ഏത് വാങ്ങുന്ന വസ്തുക്കൾക്ക് മാത്രം ടിക്ക് ചെയ്യും. അപ്പോൾ ആ ടിക്ക് ചെയ്യുന്ന വസ്തുക്കൾ മാത്രമേ ഈ പേജിലേക്ക് വരുള്ളൂ. അപ്പോൾ ആ വസ്തുക്കളുടെ ഡേയ്സ്, അതിൻ്റെ ക്യാഷ്, പിന്നെ ഈ എത്ര ദിവസമായി എന്നത് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് നമ്മളിവിടെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്, അറേ ഡേയ്സ് ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒറ്റ ഫോർമുല എഴുതിയാൽ പിന്നെ മൊത്തം എല്ലാറ്റിക്കും അത് എടുത്ത് കാണിക്കും. ഓട്ടോമാറ്റിക്കായി അങ്ങനെ കണക്ട് ചെയ്ത് പോകുന്നതനുസരിച്ച് അങ്ങനെ കയറിപ്പോയിക്കോളും. അത് നമ്മൾ നോക്കേണ്ടതില്ല. പിന്നെ അതുപോലെ അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ചെയ്തൊരു പണി എന്താ വെച്ചാൽ ഈ ക്യാഷ് അതിൽ നമ്മൾ രണ്ട് നിലക്ക് ക്യാഷ് അവിടെ എഴുതിയിരുന്നത്. അതായത് ക്യാഷ് ഹാൻഡ് കൊടുക്കണം, അക്കൗണ്ട് വഴിക്ക് കൊടുക്കണമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ മുമ്പത്തേൽ നമ്മൾ 2025 എന്ന പേജിൽ നിന്ന് അതിൽ O ക്യാഷ് ഹാൻഡ് വയ്ക്കും, P എന്നത് ക്യാഷ് അക്കൗണ്ട് വയ്ക്കില്ലായിരുന്നു. അപ്പോൾ ടോട്ടൽ ഇവിടെ നമ്മളത് ഫിൽറ്റർ ഫോർമുല എടുത്താൽ അത് ഇതിൽ ഇവിടെ എഫിൻ്റെ കോളത്തിൽ അത് ക്യാഷ് ഹാൻഡും പിന്നെ ജീൻ്റെ കോളത്തിൽ അക്കൗണ്ട് അതുമാണ് കാണിച്ചിരുന്നത്. അപ്പോൾ രണ്ട് കോളം നമുക്ക് ആവശ്യമായിരുന്നു. അത് ഞാനിപ്പോൾ ഒന്നിക്കാക്കാൻ വേണ്ടി ഇവിടെ ഒരു ഫോർമുല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് റിസ്ക് എടുത്തെങ്കിലും അതിപ്പോൾ ശരിയായിട്ടുണ്ട്. അത് എന്താണ് നമ്മൾ ചെയ്തതെന്നാണ് ഞാൻ ഇവിടെ പറയുന്നത്. അത് ഫിൽറ്റർ ഫോർമുലയിൽ പിന്നെ ഫിൽറ്ററിൻ്റെ ഒന്നാമത്തായ ഇത് അതിൻ്റെ ഫിൽറ്റർ ഫോർമുലേൻ്റെ ഒന്നാമത്തെ റേഞ്ച് ചെയ്തതാണല്ലോ. ആ റേഞ്ച് ചെയ്തുന്നത് റേഞ്ച് ചെയ്തുന്നിടത്ത് നമ്മൾ പല നിലക്ക് ചെയ്തെങ്കിൽ ലാസ്റ്റ് അത് അറേ ഫോർമുല ആക്കിയിട്ട് അതിൻ്റെ രണ്ടും പാടെ കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ട് Oയും Pയും പ്ലസ് എടുത്തുകൊണ്ട് അറേ ഫോർമുല ഇവിടെ കൊടുത്തു. അപ്പോൾ ആൻസർ കിട്ടുമ്പോൾ ഫിൽറ്റർ ഫോർമുലേൻ്റെ ആൻസർ കിട്ടുമ്പോൾ അറേ ആയിട്ട് ടോട്ടൽ ചെയ്ത് കണ്ടാണ് അത് വരിക. അതിന് വേണ്ടി അതിൻ്റെ റേഞ്ച് അങ്ങനെ കൊടുത്തു. പിന്നെ കണ്ടീഷൻ 1 അതിൻ്റെ ഏതാണ് കണ്ടീഷൻ, അതിൻ്റെ ഇത് നമ്മൾ കൊടുത്തു. അപ്പോൾ ടിക്ക് ചെയ്താണ്. ഈ ടിക്ക് ചെയ്യുന്നതനുസരിച്ചാണ് എഫ് എന്ന 2025 എന്ന ഷീറ്റിൽ നിന്ന് ഇത് ഫിൽറ്റർ ചെയ്ത് കണ്ട് ഈ പേജിലേക്ക് വരിക. അപ്പോൾ ആ വരുന്നത് രണ്ട് കള്ളിയിലായിട്ടാണ് വന്നിരുന്നത്. ഓന്നും Pക്കും ആയിട്ട് വന്നത് അത് ഇവിടെ അത് എഫിലും ജിയിലുമാണ് കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഈ എഫിക്ക് മാത്രമാക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മൾ ഒറ്റ ഫോർമുല കൊണ്ട് മാത്രമാണ്. ഈ അറേ ഫോർമുല ഇവിടെ നമ്മൾ എഴുതിയത് 2025 O എന്ന് പിന്നെ പ്ലസ് Pയും കൂട്ടിയിട്ടാണ് അത് രണ്ടും പാടെ ഒരു അറയിലാക്കിയാണ് കൊടുത്തിട്ട് അപ്പോൾ ഒറ്റ ഫോർമുല കൊണ്ട് എന്ത് ചെയ്തു, ഇവിടെ ഈ രണ്ട് കളിയിൽ വരേണ്ട ഉത്തരം ഒറ്റ കളിയിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഒന്നുകൂടി എന്ത് ചെയ്തു, ഇത്ര സ്പേസ് കിട്ടുകയും ചെയ്തു. നമുക്ക് ഈ ഒരു ഇതിൽ നമുക്ക് നല്ലൊരു മാറ്റം വരുത്താൻ കഴിഞ്ഞു. ഇനി ഞാനിവിടെ ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ വാങ്ങിയ സാധനത്തിൻ്റെ ദിവസം, ഒരു സാധനം വാങ്ങിയാൽ അത് ഇത്ര ദിവസമായി 340 ദിവസം ആയിക്കോളെന്ന് വെച്ചാൽ ഇപ്പോൾ ക്യാഷ് കൊടുത്തതുണ്ടാവും, കൊടുക്കാത്തതുണ്ടാവും. കൊടുത്തതാകുമ്പോൾ അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ക്യാഷ് ഇവിടെ കാണിക്കില്ലെങ്കിൽ ഉണ്ടാവും. പിന്നെ നമ്മൾ എഴുതുമ്പോൾ വന്നോളും. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതുമ്പോൾ ഒന്നിച്ച് പോകണം. അപ്പോൾ ഇവിടെ ഇനി ഇതിൻ്റെ ആൻസർ കിട്ടാൻ വേണ്ടി ബൈ ഡേയ്സ് വെച്ചിട്ടുള്ളത് അപ്പുറത്ത് ചെയ്തിട്ടുണ്ട്. അത് ഇത് നേരെ എടുത്താണ് ഞാൻ ഈ കുളത്തിൽ കൊടുക്കുകയാണ്, എന്നിട്ട് ആ കുളം അവിടെ കളയാണ്. അപ്പോൾ നമുക്ക് അത്രയും സ്മൂത്തായിട്ട് നമ്മൾ ഈ പേജ് ഒന്നുകൂടി ഇതിൻ്റെ വീതിയൊക്കെ ഒന്ന് കുറക്കാൻ വേണ്ടി നമുക്ക് വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇതിൽ ബൈ ക്യാഷ് എന്ന ഇതിൽ ഈ ഫോർമുല ഇത് ഇഫ് എറർ അറേ ഫോർമുല കൊടുത്തുകൊണ്ട് ലെഫ്റ്റ് ചെയ്തുകൊണ്ട് അത് മൊത്തം എല്ലാം കാണിക്കണ്ട. കാരണം ശതമാനം അതുപോലെ പോയിൻറ്റിന് ശേഷം കുറേ അക്കങ്ങൾ കാണിക്കുമ്പോൾ അതൊന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ പോയിൻറ്റിന് ശേഷം 2 അക്കം മാത്രം കാണിക്കാൻ വേണ്ടി ലെഫ്റ്റ് ഫംഗ്ഷൻ എടുത്തുകൊണ്ട് അത് ചെയ്താണ്. അത് ഫോർമുല ഞാൻ ഇത് ഇവിടുന്ന് ടോട്ടൽ സെലക്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അത് ചെയ്തു ആ ഭാഗത്ത് നിന്ന് അത് അപ്പോൾ ആ ലൈൻ മൊത്തം പോയി, അത് താഴെ വരെ പോയി. ഇനി അത് കൊണ്ടുവരുന്നത് ഇതിലേക്കാണ്, നേരെ ഇതിലേക്ക് കയറ്റി ഈ കള്ളിയിൽ, അതായത് ചെയ്യുന്നില്ലതിൽ നമ്മൾ ഇടുകയാണ്, ചെയ്യേണ്ട തീ കൊടുക്കുകയാണ്. ഇത് കൊടുത്തപ്പോൾ ഇവിടെ മൊത്തം ഒരു എറർ വന്നിരിക്കുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കട്ടെ. ഇവിടെ നിർത്തപ്പോൾ അത് ഇത് കൊടുത്തോണ്ടാവും. അതായത് ഇവിടെ നമ്മൾ ഉണ്ടായിരുന്നത് ഇത് അയിന്നാണ്, അയിന്നത്
ജി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ജി കാണിക്കുന്നുണ്ടാവും, ആ ജി മാറ്റണം. എച്ച് ഹരിക്കണം ഇ ആണ്. എച്ച് ഹരിക്കണം ഇ ആണ് ഇവിടെ നമ്മളത് വന്നിരിക്കുന്നത്. ഇത് നമുക്കൊന്നുകൂടി നോക്കാം. എച്ച് ഹരിക്കണം ഇ. എച്ച് എവിടെ വന്നിരിക്കുന്നത്? എച്ച് ഇതിയാണ്. ഇത് എച്ച് പോയിക്കണം. അവിടെ എന്തുകൊണ്ട് പോയി? അപ്പോൾ നമ്മൾ ഇവിടെ ഇതിൽ ഫോർമുല കിടക്കുന്നുണ്ട്. വേറെ ഫോർമുല കിടക്കുന്നുണ്ട്. ആ ഫോർമുല ഇതിൽ തട്ടി. അപ്പോൾ ഇത് പോയ കാരണത്താൽ ഇപ്പുറത്തതും പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ബാക്ക് അടിക്കാം. അണ്ട് ചെയ്ത് കണ്ട് ഇത് ബാക്ക് എടുത്തു. ഒന്നുകൂടിയും നോക്കാം. അത് ആ പഴയതിൽ തന്നെ പോയി. ഇനി ഇവിടെ എന്താ പ്രശ്നം തീർക്കാം. ഇത് നമ്മൾ ഇവിടെ ഇതിൻ്റെ ആവശ്യം ഇനിയിപ്പോൾ നമുക്കില്ല. കാരണം എന്താ വെച്ചാൽ ഇത് ബേസ് ചെയ്തിട്ടാണ് ഇത് വന്നിക്കണം. അപ്പോൾ നമുക്ക് ഇത് കളഞ്ഞാണ്ട് ഇത് അതിനെ ക്ലീൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്, കാരണം ഇതേ ആൻസർ ഇപ്പോൾ നമ്മൾ മുമ്പത്തെ ഈ ഒറ്റ ഫോർമുല കൊണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 2 ഗ്രീൻ കളറും സെയിം ആയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ ആൻസർ ഇവിടെ ക്ലിയർ ചെയ്യാണ്. അത് മൊത്തം പോയി. ഇനി നമുക്കിവിടെ ഇത് എഴുതിയ ബേസ് ചെയ്തിട്ടാണ്. ഇത് ഒന്നുകൂടി നോക്കാം. ഇത് നമ്മൾ സെലക്ട് ചെയ്തു, കട്ട് എടുത്തുകൊണ്ട് ഇവിടെ ഈ തൽക്കാലം ഇത് കൊടുത്തേക്കാം. ഇത് ചിലപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ ശരിയായിട്ടില്ല, ആൻസർ വന്നിട്ടില്ല. അപ്പോൾ എന്തോ ചെറിയ പ്രശ്നമുണ്ട്. ഈ പ്രശ്നം എന്താ നമ്മൾ കണ്ടുപിടിക്കാം. പിന്നെ എച്ച് ഇ വെച്ചിട്ടാണ്. എച്ച് ഏതാണ്? എച്ചിൽ ഇതിലില്ല, ആൻസർ വന്നിട്ടില്ല. അപ്പോൾ അത് കാണിച്ചു കൊടുക്കണം. ആണ് ഹരിക്കുന്നത്. അത് ശരിയാണ്. അപ്പോൾ ഇവിടെ എച്ച് അല്ല, എച്ച് എന്നല്ല ഇനി ഇതിന് ഉത്തരം വരേണ്ടത്. ഇതിലേക്ക് വരേണ്ടത് ഇപ്പോൾ നമ്മൾ മുമ്പ് കൊടുത്ത എഫ് എന്നാണ്. അപ്പോൾ ഇവിടെ എഫ് കൊടുത്താൽ മതി. എഫ് വെച്ചിട്ടാണ് ഇത് ഹരിക്കേണ്ടത്. എഫ് വെച്ചിട്ടാണ് ഹരിക്കേണ്ടത്. അപ്പോൾ എച്ച് മാറ്റിയത് എഫ് ഇവിടെ കൊടുത്തു. ഇവിടെ നമ്മൾ എഫ് കൊടുക്കണം. അപ്പോൾ കൊടുത്തപ്പോൾ ഓക്കെ, അപ്പോൾ അത് സെയിമായി. അപ്പോൾ നമ്മളെ പണി കഴിഞ്ഞു. അപ്പം ഞാൻ 2 കോളം നമുക്ക് അധികം കിട്ടുകയും ചെയ്തു. ഇപ്പുറത്തെ ഹെഡിങ് ഞാൻ ഇപ്പുറത്തേക്ക് ഇടട്ടെ. അപ്പോൾ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? ഇവിടെ 2 കോളം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കളയാം. അപ്പോൾ 2 ഞാൻ ഡിലീറ്റ് ചെയ്തു. നമ്മൾ ഒന്ന് ഫോണിക്കൊന്നും കൂടി ഉഷാറായില്ലേ? നമുക്ക് ഫോൺ നല്ലവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നിലക്കാക്കി. പിന്നെ നമ്മളിവിടെ ഒരു നല്ല ഉൽപ്പന്നം വാങ്ങുന്നതിന് ശേഷം എത്ര ദിവസമായി ഉൽപ്പന്നങ്ങൾക്ക് ഒരു ദിവസത്തിന് ചിലവാകുന്നത് കണ്ടെത്താൻ. അപ്പോൾ 10 ദിവസമായിക്കുന്ന ഈ ഉൽപ്പന്നമെങ്കിൽ അതും, പിന്നെ ആ ഉൽപ്പന്നം ഒരു 100 ദിവസം കഴിഞ്ഞാൽ, അപ്പോൾ 1000 ഉറുപ്പ്യക്ക് വാങ്ങുകയാണെങ്കിൽ 100 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി 10ക്ക് ഇറങ്ങുമല്ലോ. അങ്ങനെയൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന സൗകര്യം കൂടിയാണ്. അപ്പോൾ അതാണ് നമ്മളിതിന് ഹെഡിങ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകൂടി വേണമെങ്കിൽ ഇവിടെ നമുക്ക് മെർജ് ചെയ്തിട്ട് ഈ കോളങ്ങളൊക്കെ ഒന്ന് എല്ലാം മെർജ് ചെയ്യാം. ഒറ്റ വലിയ കള്ളിയാക്കാം. സെൻറ്ററിലേക്ക് അലൈൻ ചെയ്തു. അപ്പോൾ നമ്മൾ ദിവസം ചിലവെഴുതി പോകുന്ന കൂട്ടത്തിൽ നമ്മളിവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ സെറ്റായി വന്നോളും. അതായത് നമ്മൾ അവിടെ എഴുതുമ്പോൾ അതുപോലെ ഇങ്ങനെ അതിന് അടിക്കടിക്ക് ഇങ്ങനെ അത് ഓട്ടോമാറ്റിക്കായി വന്നുകൊള്ളും. പിന്നെ അത് എത്ര ദിവസമായി എന്നതും എത്ര ക്യാഷ് എന്നതും, പിന്നെ ഓട്ടോമാറ്റിക്കലി എത്ര ക്യാഷിനെ എത്ര ദിവസം കൊണ്ട് അയച്ചുകൊണ്ട്. ഇപ്പോൾ ബാഗ് 174 ദിവസമായി 550 ഉറുപ്പ്യാണ്. അപ്പോൾ ഒരു ദിവസത്തിൽ 316 ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളും ഇതൊക്കെ നമുക്ക് സാമ്പിളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഓരോ ഉപകരണങ്ങളാണ്. ഓരോ സാമ്പിൾ നമ്മളിവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ഇങ്ങനെ ഈ കണക്കിന് നമ്മൾ ഫോർമുല എഴുതുന്ന ഒരു രൂപമാണ് ഞാനിവിടെ വിവരിച്ചത്. ഇത് വളരെ സിമ്പിളായി നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമ്മളിതൊന്നും ചെയ്യേണ്ടതില്ല. ഇതിങ്ങനെ ചെയ്ത് മുട്ടഞ്ഞ് ഇനി ആകെ ചെയ്യേണ്ടി വരിക ചിലപ്പോൾ എന്ത് ചെയ്യും? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി താഴത്ത് കിടക്കുമ്പോൾ അതിന് വേണ്ടി നമ്മളിപ്പോൾ തന്നെ കുറച്ച് കള്ളികൾ അധികം ഇതാക്കി വെച്ചു. അപ്പോൾ കള്ളികൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് പ്രസ് ഇട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കിയാൽ അധികം കള്ളികൾ വന്നു. ഇനി അത്രയും ദിവസത്തേക്കല്ലേ ഇത് അവിടെ ആയി. അപ്പോൾ ഇങ്ങനെയുള്ള സംവിധാനം ഗൂഗിൾ ഷീറ്റ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് വളരെ സൗകര്യമാണ്. ഓക്കെ.